നമ്മുടെ കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലമാട്ടോ ഇത്. അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ്. അപ്പോൾ ഏതാ സ്ഥലം എന്നല്ലേ? ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കരിയാത്തുംപാറ എന്നാണ്. അപ്പം നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ? നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകൃതിയുടെ വികൃതി, അത് ചുമ്മാ പറയുന്നല്ല. അപ്പം എൻ്റെ പുറകിലുള്ള ഒരു വ്യൂ കണ്ടാൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നുള്ളൂ. എന്ത് അടിപൊളി സ്ഥലമാണ് നോക്കിയേ. ഈ ഒരു സ്ഥലം റീലിലും ഗൂഗിൾ മാപ്പിലൊക്കെ കണ്ടേക്കുന്ന ഒരു മിനി സ്വിറ്റ്സർലാൻഡ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞങ്ങൾ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടാണ്. ഏതാണ്ട് ആ ഒരു വൈബൊക്കെ ഉണ്ട്. ഫുൾ പച്ചപ്പുൽമേടും ഫുൾ ഹരിതാപൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ പറഞ്ഞതിനോട് മുഴുവൻ യോജിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ആക്ച്വലി ഇങ്ങോട്ട് വരുന്നത് ഏർലി മോർണിംഗ് ആയിരുന്നു. നമുക്ക് ഏർലി മോർണിംഗ് വയലുള്ള വ്യൂ പോയിൻ്റൊക്കെ പിടിക്കാറുണ്ട്. ഇച്ചിരി വെയിൽ മൂത്ത സമയത്താണ് വന്ന്. എന്നാലും എന്തോരം ആൾക്കാരെ നോക്കി എൻ്റെ പുറകിൽ ഫുൾ ഫാമിലിയൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ചില്ല് ചെയ്യാൻ, പുഴയിൽ കുളിക്കാൻ. അടിപൊളി സ്ഥലമല്ലേ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ തന്നെ കരിയാത്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതൊരു പുഴയുടെ ഒരു കാച്ച്മെൻറ്റ് ഏരിയ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പെരുവണ്ണാമൂഴി ഡാമിൻ്റെ റിസർവോയർ ഏരിയയുടെ ഭാഗമാണെന്നാണ്. ഞാനായാലും കൺഫേം ചെയ്യാം. അപ്പോൾ ഏത് ഡാമിൻ്റെ റിസർവോയർ ഏരിയ എന്നാണെങ്കിൽ അതിവിടെ എഴുതി വരും. ഓക്കെ, ഞാൻ തെറ്റാണെങ്കിൽ. അപ്പോൾ ഏതായാലും ആ ഒരു ഏരിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് കണ്ടില്ല. ഈ ഒരു പുൽമേട്, ഈ ഒരു ചെറിയ അരുവിയൊക്കെ കൂടി. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കിടക്കാം, വട്ടം കൂടി ഇരിക്കാം, സൊറ പറയാം, സംസാരിക്കാം, പാട്ട് പാടാം, ഗെയിംസ് കളിക്കാം, വട്ടം കൂടി ആഹാരം കഴിക്കാം, ഫുൾ ചിൽ ചെയ്യാം, കുളിക്കാം. അപ്പോൾ കരിയാത്തുംപാറയുടെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് നമുക്കിവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അഡൽട്ട്സിന് 30 രൂപ, സീനിയർ സിറ്റിസൺസിന് 15, 60 വയസ്സിന് മുകളിലാണത്. കുഞ്ഞു പിള്ളേർക്ക് 10 രൂപ, 5 തൊട്ട് 10. ഫോട്ടോഗ്രാഫി 500, നോൺ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിക്ക് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ റേറ്റൊക്കെ ഉണ്ട്. അതിവിടെ കയറി വരുമ്പോൾ തന്നെ കണ്ടോ, പുൽമേടുകളാണ് ചുറ്റും. ഇവിടെ ഫുള്ളിങ്ങനെ ആളുകൾ വട്ടം കൂടി ഇരിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, ചിൽ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ചേട്ടൻ ഹാർമോണിയം വായിക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? നല്ലൊരു ഞായറാഴ്ച സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം, ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട്. അങ്ങോട്ട് പോയാൽ നമുക്ക് അവിടെ അരുവിയൊക്കെ ഉണ്ട്, പാർക്കെട്ടൊക്കെ ഉണ്ടല്ലേ. അവിടെ പോയി വെള്ളത്തിലിറങ്ങാം, സേഫാണ്. ഇപ്പം അധികം വെള്ളമൊന്നുമില്ലല്ലോ. ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് വരാൻ ശ്രമിക്കുക. അപ്പോൾ സമയം ഒരു 10:30-11 മണിയായി. ആക്ച്വലി ഏർലി മോർണിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു കരിയാത്തുപാറയിൽ 30 രൂപയാണ് എൻട്രി ഫീ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒറ്റ ടിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് 2 ഡെസ്റ്റിനേഷൻ കവർ ചെയ്യേ. തൊട്ടപ്പുറത്ത് തന്നെ തോണിക്കടവ് എന്ന് പറഞ്ഞൊരു സ്പോട്ടും കൂടിയുണ്ട്. അവിടെ ഈ കുഞ്ഞു കുട്ടികൾക്കുള്ള പാർക്കോ ഒരു വ്യൂ പോയിൻ്റ് അങ്ങനെ എന്തൊക്കെയോ പരിപാടീസാണ്. പക്ഷേ ഈ ഒരു 30 രൂപ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെയും പോവാം, കരിയാത്തുപാറയും പോവാം, അപ്പുറത്ത് തോണിക്കടവും പോവാം. അപ്പോൾ നമ്മളേതായാലും തോണിക്കടവും പോകുന്നുണ്ട്. എന്തായാലും ആ ടിക്കറ്റ് ഇൻക്ലൂഡഡല്ലേ. അപ്പോൾ വെറുതെ ആ ഒരു ചാൻസ് കളയണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തത് ചെയ്യുന്നുണ്ടാവും, തോണിക്കടവിൻ്റെ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ മാത്രമല്ല, തോണിക്കടവും കൂടി സന്ദർശിക്കാൻ ശ്രമിക്കുക. ആ പശ്ചിമഘട്ടം മലനിരകൾക്ക് താഴെ ഒരു സ്വിസ് ഗ്രാമത്തിനെ ഓർമ്മിപ്പിക്കും വിധം ആ ഒരു പച്ച പരവതാനി വിരിച്ച പുല്ലും, അവിടെ ഫോട്ടോ എടുക്കുന്ന 2 പേരും, ദൂരെ മേഞ്ഞടക്കുന്ന ഒരു പശുവിനെ കണ്ടില്ല. എന്തിനാ സാലേ. സോറി ഗൈസ്, വർണ്ണനെ കുറച്ച് കൂടി പോയി, ക്ഷമിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഏർലി മോർണിംഗോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വരുന്നതാണ് നല്ലത്. അതുപോലെ ഇവിടെ ഇപ്പോൾ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്സ്, മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്സ്, അങ്ങനെ ഒരുപാട് ഫോട്ടോഷൂട്ട്സിനൊക്കെ പറ്റിയ ഏരിയയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, സേഫാണ്. ആഴം കുറഞ്ഞ ഭാഗമാണ് അരുവിയുടെയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഫാമിലി കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തോരം ആൾക്കാരെ നോക്കിയൊരു സൺഡേ ആയിട്ട്. അപ്പോൾ നല്ലൊരു ടൂറിസം പൊട്ടൻഷ്യലുള്ള സ്ഥലം തന്നെയാണ് ഏതായാലും. പിന്നെ പാർക്കിംഗ് സ്പേസസ് മാത്രമാണ് ഇച്ചിരി പ്രശ്നം. ഒരു പേ ആൻഡ് പാർക്ക് ഏരിയ ഉണ്ടെന്നല്ലാതെ വേറൊരു പ്രോപ്പർ പാർക്കിംഗ് ഏരിയ ഒന്നും ഈ സ്ഥലത്തില്ല. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതേ ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞെങ്കിൽ രാവിലെ 9 മണി തൊട്ട് 5:30 വരെയാണ് പ്രവേശന സമയം. സന്ദർശന സമയം 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ. അതായത് 5:30 വരെ ടിക്കറ്റ് വിട്ടു, 6 മണിയുടെ ഉള്ളിൽ സ്ഥലം വിട്ട് പോകണം. അതാണ് പരിപാടി. അപ്പം ഞാനിത് ഇവിടെ പുറത്തിറങ്ങിയിട്ടൊരു സപ്പോർട്ട് ഐസ്ക്രീം പറഞ്ഞ് കോണാരുടെ നോക്കിയേ, ഉക്കൻസ്.
ബ്ലൂബെറി ആൻഡ് ഇളനീർ. അപ്പോൾ നമ്മളവിടെ കാഴ്ചകളൊക്കെ കണ്ടത് പുറത്ത് തിരിച്ചിറങ്ങി. അടിപൊളി സ്ഥലമായിരുന്നല്ലേ. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരിക. ഞാൻ ഇന്ന് ഈ പോയ സ്ഥലങ്ങളിലേക്ക്, അതായത് വയനാട്ടിലുള്ള സ്ഥലങ്ങളുടെ ആണെങ്കിലും ഇന്നിപ്പോൾ പോയ സ്ഥലങ്ങളുടെ ആണെങ്കിലും ഗൂഗിൾ മാപ്പ് ലൊക്കേഷനൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേ. വയനാട്ടിലെ ഒരു അടിപൊളി 2 വ്യൂ പോയിൻ്റാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. ഇപ്പോൾ ഒരു സ്പോട്ട് കൂടി ബാക്കിയുണ്ട്. ഇതുപോലെ കോഴിക്കോട് ജില്ലയിൽ നമുക്കൊരു ദിവസം കൊണ്ട് വന്നു പോകാൻ കഴിയുന്ന ഒരു സ്പോട്ടും കൂടി ഉണ്ട്. തോണിക്കടവ് എന്ന് പറയും. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ ഒരു 2 കിലോമീറ്റർ മാറി. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ, ഈ ഒരു കരയാത്തുംപാറയിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടെയും കൂടി ഇൻക്ലൂഡഡാണ്. സെയിം ടിക്കറ്റ് വെച്ച് നമുക്ക് അവിടെയും കയറാം. 10 പൈസ ചിലവില്ല. തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെയും കൂടി ഒന്ന് കയറി പോകാനാണ് പ്ലാൻ. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ ബൈ.